എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. 2023 LGS നിലവാരത്തിൽ നടന്നിട്ടുള്ള 7ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഇന്ന് ചർച്ച ചെയ്യുന്നത്. 7 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ കുറേ ടോപ്പിക്ക് മണിക്കൂർ കണക്കിലെടുത്ത് പഠിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ടോപ്പിക്ക് പഠിക്കണം, സിലബസ് തീർക്കണം, അത് മസ്റ്റാണ്. നമ്മൾ കൂടെ ഡെയിലി, അതായത് നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ, 3 നേരം നമുക്ക് ഭക്ഷണം വേണ്ടേ, അതുപോലെ ആയിരിക്കണം പഠനത്തില് ഒരു നേരം എന്ത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. റാങ്ക് മുന്നിലേക്ക് എത്താൻ ഏത് റാങ്ക് ഹോൾഡറിനെ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അവർ നല്ല രീതിയിൽ അനാലിസിസ് ചെയ്ത് പഠിച്ചവരാണ് എന്ത് ചെയ്തിട്ടുള്ളൂ, നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് ലിസ്റ്റിൽ കയറിയിട്ടുള്ളൂ. നമ്മൾ അതിന് എന്ത് ചെയ്യണം, പിന്തുടർന്നേ പറ്റൂ. നമ്മുടെ അത് ആവശ്യകതയാണ്. ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റ് ആണ്. ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതുപോലെ 2023 നമുക്ക് കുറേ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. 2024 കുറേ എക്സാം വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ലാബ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, ഖാദി ബോർഡിന്റെ LD വരുന്നുണ്ട്, പിന്നെ വേരിയസിന്റെ തന്നെ നമ്മുടെ LDCയും LGSും അല്ലേ, LDC LGS, പിന്നെ സെക്രട്ടറി ലെവലിലെ LSGS ഡിഗ്രി ലെവൽ വരുന്നുണ്ട്, LSGS, അങ്ങനെ പിന്നെ യൂണിവേഴ്സിറ്റി LGS മെയിൻസ് എക്സാം വരുന്നുണ്ട്. എല്ലാറ്റിനും ഏത് എക്സാം ആയിക്കോട്ടെ നമ്മൾ 7ാം ക്ലാസ് നിലവാരം തൊട്ടിട്ട് ഡിഗ്രി നിലവാരം വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉയർന്ന മാർക്കായിരിക്കും നിങ്ങൾ സ്കോർ ചെയ്യാൻ കഴിയുക. അത് തീർച്ചയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ. ഇത് 2ാം തീയതി, അതായത് മാസം 2 ഫെബ്രുവരിയിൽ 2023 നടന്ന ഒരു LGS നിലവാരത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നല്ല രീതിയിൽ പഠിക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻ നോട്ടിൽ എഴുതിയെടുക്കുക, ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത്. ഇവിടെ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നു? പെടാത്തത് ഏതാണ്? B ആണ് കേട്ടോ. രാജ്യാന്തര വ്യാപാരത്തിന്റെ 75% ഉൽപാദനം പെടില്ല. അപ്പൊ എങ്കിൽ G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നത് എന്തൊക്കെയാണ്? ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം. ഇത് നോട്ട് ചെയ്യണം. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നോട്ട്ബുക്ക് നിങ്ങൾ ഇതിനായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് എഴുതി വെക്കാനായിട്ട് അതിന് മാത്രമായിട്ട് ക്വസ്റ്റ്യൻ വെക്കുക. എന്നിട്ട് എഴുതുക, G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് എഴുതി വെക്കുക. ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപനം, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തല്, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം, ഇതൊക്കെ G20 രാജ്യങ്ങളിൽ ലക്ഷ്യങ്ങളിൽ പെടുന്നവയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി ഷോർട്ടാക്കിയിട്ട് എഴുതി വെച്ചിട്ട് പോകണം. ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യണം. ഓക്കെ, എഴുതി വെച്ചതുകൊണ്ട് മാത്രം നടക്കില്ല. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്നാണ്? രണ്ടാമത്തെ ആൻസർ C ആണ്. 2013 മാർച്ച് 31, 13 തിരിച്ചിടുക കേട്ടോ. മാർച്ചിൽ ഓക്കെ, 31, 13 തിരിച്ചിടുമ്പോൾ 31 ആയില്ലേ? മാർച്ച് 31, 2013. ഇതൊക്കെ SCERT ആണ്. 2013 മാർച്ച് 31. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. മൂന്നാമത്തെ D ആണ്, വൈകുണ്ഠ സ്വാമികൾ അല്ലെ. സമപന്തി ഭോജനം ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. നമ്മുടെ LDSന് 2024 നടക്കുന്ന എല്ലാ എക്സാമുകളെയും ബേസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു 10-32ഓളം ഹോട്ട് ടോപ്പിക്കുകൾ വാരി വലിച്ച് സിലബസിനെ പഠിക്കരുത്. സിസ്റ്റമാറ്റിക് ആയിട്ട് സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി നല്ല രീതിയിൽ പഠിക്കുക. ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. അതുപോലെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, SCERT, കറണ്ട് അഫെയർ, ഇതിനൊക്കെ മുൻതൂക്കം കൊടുക്കുക. എന്നിട്ട് ഡെയിലി ഓരോ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോവുക. ഹോട്ട് ടോപ്പിക്കുകൾ ആദ്യം പഠിക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്തതുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി ഹോട്ട് ടോപ്പിക്കുകൾ മാറ്റി വയ്ക്കുക. എന്നും ചോദിക്കുന്ന മേഖല. അങ്ങനെ സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. LDC പ്ലേ ലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹോട്ട് ടോപ്പിക്കുകളാണ് ചെയ്ത് പോകുന്നത്. തീർച്ചയായിട്ടും ഉപകാരപ്പെടുത്തുക. മാർക്ക് സ്കോർ ചെയ്യണ്ടേ, ജോലി വേണ്ടേ? 2024 നമുക്ക് ജോലി വേണ്ടേ? ഓക്കെ, ഇന്നത്തെ കഴിഞ്ഞിട്ട് അയ്യോ അതും കഴിഞ്ഞു പോയി, ഇനി അടുത്ത LD വരട്ടെ എന്ന് പറഞ്ഞൊന്നും ഇരിക്കരുത്. ഇതിൽ നേടിയേ പറ്റൂ. ഓക്കെ, നേടണം. അപ്പൊ ഇത് അതായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊടുക്കുള്ളൂ കേട്ടോ. നമുക്ക് ഒപ്പം ഉണ്ടാവും. ഓക്കെ, നമുക്ക് അടുത്ത 2024 നല്ലൊരു ജോലി നമുക്ക് കരസ്ഥമാക്കണം. പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ഏതെല്ലാം? അറിയാത്ത ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രമായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയണം. വെറുതെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ യൂട്യൂബ് എടുത്ത് ഇരുന്ന് കണ്ടുകൊണ്ട് കാര്യമായില്ല. അറിയാത്ത ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഓരോ ദിവസം എടുത്ത് വീണ്ടും റിവിഷൻ ചെയ്യണം. ഈ ആഴ്ച റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും റിവിഷൻ ചെയ്യുക. വീണ്ടും 2-3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും റിവിഷൻ ചെയ്യുക. മസ്റ്റാണ്. ഉയർന്ന റാങ്ക്
നിങ്ങളുടെ കൈകളിലാണ്, ഉറപ്പാണ് കേട്ടോ. തീർച്ചയാണ്. ഇനി താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ എഴുതി വെക്കുക. അറിയാത്തുണ്ടെങ്കിൽ എഴുതി വെക്കുക. ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗ വിഭാഗങ്ങൾ ഏതെല്ലാം? ആൻസർ ഇവിടെ എ ആണ് കേട്ടോ. നാലാമത്തെ ആൻസർ എ ആണ്. എ 2ഉം 4ഉം 2ഉം 4ഉം ഏതൊക്കെയാണ് വരുന്നത്? ബുഷ്മൻ അല്ലെ, ബുഷ്മൻ, തോറെക്ക്, ബുഷ്മൻ. ഇത് +1 ഇത് LGS നിലവാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നോക്കിയേ, ഇത് കിടക്കുന്ന ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എവിടെ നിന്നറിയോ? +1 +2 SCRT ബേസ് ചെയ്തിട്ടാണ്. ബുഷ്മൻ തോറെക്ക് എന്ന ഗോത്രവർഗ്ഗങ്ങളാണ് എവിടെ കാണപ്പെടുന്നത്? ഉഷ്ണമരുഭൂമിയിൽ കാണപ്പെടുന്നത്. ബച്ചുപ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി കൈലാഷ് സത്യാർത്ഥി. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. SCRT ആണ് കേട്ടോ. അത് SCRT കിടക്കുന്നതാണ്. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. ഏതാണ്? പുറനാനൂറാണ്. മീൻ വിറ്റ് പകരം മീൻ വിൽക്കുന്നത് എവിടെയാണ്? പുറത്തുകൂടെ, ഉള്ളിൽ കൂടെ, വീട്ടിനുള്ളിൽ കൂടെ ആരെങ്കിലും മീൻ വിൽക്കോ? ഇല്ലാല്ലേ, പുറത്തുകൂടിയല്ലേ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യൂ കേട്ടോ. മീൻ വിറ്റ് പകരം നേടിയ പുറനാനൂറ്. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കുവാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ ഏതാണ്? മൂലധനമാണ്. SCRT ആണ് കേട്ടോ. ഇത് SCRT ആണ്. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? ഏതാണ്? കിലിയൻ എംബാപ്പെ. ഓരോ ക്വസ്റ്റ്യനും പഠിക്കുമ്പോൾ വെറുതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ക്ലാസ് ഇട്ടു, ഞാൻ വായിച്ചു പോയത് കൊണ്ട് ഒരു കാര്യമില്ല. ഇത് ഏത് മേഖലയിൽ നിന്നും വന്നു, ഈ ക്വസ്റ്റ്യൻ ഏത് സിലബസിന്റെ ഏത് ഭാഗത്ത് നിന്ന് ചോദ്യം വന്നു, എത്ര ചോദ്യം വന്നു, എങ്ങനെയൊക്കെ ചോദിച്ചു, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽ നക്ഷത്രം, ഇത് നമുക്ക് കറണ്ട് അഫെയറിന്റെ ഭാഗത്ത് നിന്ന് വന്നു അല്ലേ. 2013 ഒടുവിലെത്തിയ സൗരയൂഥത്തിലെത്തിയ വാൽ നക്ഷത്രം ഏതാണ്? ഐസൺ അല്ലേ. 9ാമത്തെ ഐസൺ. ഇതും SCRT ആണ് കേട്ടോ. 5 to 10 SCRT കിടക്കുന്നതാണ്. ഐസൺ. മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? പാർമ സർവകലാശാല എവിടെയാണ്? സ്പെയിനിലാണ്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ SCRT ആണ് കേട്ടോ. SCRT ആണ്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി ഈസ്റ്റ് ആണ്. ശ്രദ്ധിക്കണം കേട്ടോ. ഈസ്റ്റ് എന്നുള്ളത് ശ്രദ്ധിക്കണേ. അവർ നോർത്തും വെസ്റ്റും ഒക്കെ ഇട്ട് തരാറുണ്ട് സാധാരണ. ഓക്കെ, ഏതാണ് ഇന്ത്യയുടെ മാനക രേഖാംശം? 82 ഡിഗ്രി ഈസ്റ്റ് ആണ്. അറിയാത്ത ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണ്ടല്ലോ. നോട്ട് ചെയ്യണം, മറക്കരുത് കേട്ടോ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം. ഇതൊക്കെ ഈ 2 ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നു? നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഏതാണ് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം? നമ്മൾ പറഞ്ഞു 82 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? D ആണ്. 23 ഡിഗ്രി നോർത്ത്. ഇവിടെ നോർത്ത് ശ്രദ്ധിക്കണേ. അക്ഷാംശ രേഖ നോർത്ത് ആണ്. 23 ഡിഗ്രി നോർത്ത് ആണ്. 82 ഡിഗ്രി ഈസ്റ്റ് എന്താണ്? മാനക രേഖാംശം. ഇന്ത്യയുടെ, ഇതും ഏതിൽ നിന്ന് വന്നതാണ്? ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നാണ് അല്ലെ. ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നാണ്. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖ. നോക്കിയേ, എത്ര ക്വസ്റ്റ്യൻ വന്നു നോക്ക് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന്. ഇനി ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവിലാണ്? 30 ഡിഗ്രി ആണ് കേട്ടോ. 13ാമത്തെ ആൻസർ എ ആണ്. 30 ഡിഗ്രി. നമ്മൾ പഠിക്കാറില്ലേ 8 ഡിഗ്രി നോർത്തും അതുപോലെ 68 ഡിഗ്രി പഠിക്കാറുണ്ടല്ലേ. അക്ഷാംശ രേഖയും രേഖാംശ രേഖയും നമ്മൾ പഠിക്കാറുണ്ട്. അത് മൈനസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എത്ര കിട്ടുന്നത്? 30 ഡിഗ്രി എന്നുള്ളത് കിട്ടുന്നത്. ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ രൂപം. ഇതും ഏതിൽ നിന്ന് വന്നു? ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് വന്നു. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ രൂപം B ആണ് കേട്ടോ. കരേവ മണ്ണിനം. എന്താണ് ഈ കരേവ മണ്ണിനത്തിന്റെ പ്രത്യേകത? ഈ കുങ്കുമ കൃഷി ഉണ്ടല്ലോ, കുങ്കുമപ്പൂ, ആ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഏത്? ഈ കരേവ മണ്ണ്. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഇതെല്ലാം SCRT കിടക്കുന്നതാണ് കേട്ടോ. കൃഷി അധിഷ്ഠിത വ്യവസായം. 15ാമത്തെ ആൻസർ എ ആണ്. പഞ്ചസാര വ്യവസായം. കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? അതായത് കൃഷിയിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യവസായം. രാസ വ്യവസായം കൃഷിയാണോ? ഇരുമ്പുരുക്കാണോ? IT ആണോ? അല്ല. പഞ്ചസാര വ്യവസായം എന്താണ്? കൃഷിയിൽ ഊന്നിയിട്ടുള്ള ഒരു വ്യവസായമാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ അധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം 16ാമത്തെ ബി ആണ് വിശാഖപട്ടണം. ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായത് വിശാഖപട്ടണം. ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഇതൊക്കെ ഏതാണ്? ഇതും ഇന്ത്യൻ ജോഗ്രഫി, ഇതും ഇന്ത്യൻ ജോഗ്രഫി. കണ്ടോ? ഏതാണ്? ഷിപ്കില അല്ലെ? ഷിപ്കില 17ാമത്തെ ഏത് ആൻസർ വരും? ഡി ആണ് അല്ലെ? ഷിപ്കില ചുരമാണ് ഹിമാചൽ ടിബറ്റ്. സോജില ഏതാണ്? ജമ്മു കാശ്മീർ അല്ലെ? ജമ്മു ആൻഡ് ശ്രീനഗറിനെ ബന്ധിപ്പിക്കുന്ന ചുരമാണിത്. ഏതാണ്? സോജില ചുരം. പിന്നെ ടിബറ്റിനെ, സിക്കിം ടിബറ്റ് ആണ് നാഥുല ചുരം. ഒരു പാരമ്പര്യ ഊർജ സ്രോതസ് 18ാമത്തെ ആൻസർ നോക്കൂ. ഒരു പാരമ്പര്യ ഊർജ സ്രോതസ് കൽക്കരിയാണ് കേട്ടോ. കൽക്കരി. ഇതൊക്കെ എന്താണ്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. സൗരോർജം, ജൈവവാതകം, ഭൗമതാപോർജം ഇതൊക്കെ പാരമ്പര്യേതരമാണ്. എങ്കിൽ പാരമ്പര്യ ഊർജ സ്രോതസ്സാണ് കൽക്കരി. ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ? 19ാമത്തെ സി ആണ്. 1, 2 എന്നിവ മാത്രം. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം. ഗ്രാമീണ റോഡ് അല്ലേ? നമ്മളൊക്കെ ഗ്രാമങ്ങളിൽ ഇരിക്കുന്നവരുണ്ടാവും അല്ലേ? അവരൊക്കെ എന്താണ്? അവരുടെ വ്യക്തിപരമായിട്ടുള്ള സഞ്ചാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗ്രാമീണ റോഡുകൾ ഉപയോഗിക്കുന്നത്. പിന്നെയോ ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും ഒക്കെ ആരാണ്? തദ്ദേശ സ്വയംഭരണ പഞ്ചായത്തുകളാണ് അല്ലെ നിർവഹിക്കുന്നത്. ഓക്കെ, 1ഉം 2ഉം ആണ് കേട്ടോ ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഏതു വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി? ഇതൊക്കെ ഇവിടെ നിന്ന് വന്നു? ജോഗ്രഫിയിൽ നിന്ന് വന്നു അല്ലെ? ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നാണ്. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട വർഷം 20ാമത്തെ ബി ആണ്. 1986ലാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്. സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് പണ്ഡിത രമാബായി. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏതാണ്? അഹമ്മദാബാദ് മിൽ സത്യാഗ്രഹം. ഗാന്ധിജി ഖൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഖൈസർ ഇ ഹിന്ദ് പദവി തിരിച്ചു കൊടുക്കുന്നത്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗെയ്ഡ്ലു എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് എക്സാം ഹാളിലൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. റാണി ഗെയ്ഡ്ലുവിനെയാണ് നാഗന്മാരുടെ റാണി എന്ന് ആര് വിശേഷിപ്പിക്കുന്നത്? ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിക്കുന്നത്. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഫസൽ അലി. 26ാമത്തെ ഏത് വരും? ഫസൽ അലി. ഇന്ത്യൻ താഷ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് ലാഹോർ സമ്മേളനം 1929 നടന്ന ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രമേയം പാസാക്കിയത്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് ഗാന്ധിജി ആദ്യം തെരഞ്ഞെടുത്ത വ്യക്തി 28ാമത്തെ സി ആണ്. ആചാര്യ വിനോബ ഭാവെയാണ് വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തെരഞ്ഞെടുത്തത്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീര വനിത അരുണ ആസഫ് അലി. 29ാമത്തെ എ ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് രാജാ റാം മോഹൻ റോയ്. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി CK ലക്ഷ്മണൻ. കേരളത്തിന്റെ വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ ഭൂവിസ്തൃതി. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? സിയിലെ ഇടുക്കിയാണ് ഏറ്റവും അധികം വനമേഖല. കേരളത്തിൽ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? ഏതൊക്കെയാണ്? ആലപ്പുഴ,
കോട്ടയം, എറണാകുളം, ആലപ്പുഴ, കോട്ടയം. എന്തായാലും ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടില്ലേ? ആലപ്പുഴയിൽ നമുക്ക് അറിയാം വേമ്പനാട്ട് കായൽ എന്നറിയാം. ഇതിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. ആലപ്പുഴ എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. നമുക്ക് ഇതിലേക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? 2695 മീറ്റർ. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്? എത്രയാണ്? 14 കേട്ടോ. 37ാമത്തെ ബി ആണ് 14. എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളാണ്? 14. അറിയാത്തത് നോട്ട് ചെയ്യണം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷം? ഏത് വർഷമാണ്? ഡി ആണ് കേട്ടോ. 2005ലാണ്. 38 ഡി. 2005ലാണ് കേരളത്തിൽ ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. ജൂൺ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ജൂൺ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യണം. ജൂൺ ടു സെപ്റ്റംബർ. കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം? 1994. ഇന്ത്യയിലാകുമ്പോൾ 93. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിനെ കണ്ടെത്തുക. EMS നമ്പൂതിരിപ്പാട്. 2021 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലം. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ. ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ് പ്രേംജി. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏത്? മലയാളി മെമ്മോറിയൽ ആണ് തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയം കൊണ്ടുവന്നത്. 1-ാം ലോക മഹായുദ്ധ കാലത്തെ മാരംകുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക്, ഇതൊക്കെ SCRT ആണ് കേട്ടോ, ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് കുമാര ഗുരുദേവൻ. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് പയ്യന്നൂർ. 1904 അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. 48 സി ആണ്. കയ്യൂർ സമരം നടന്ന വർഷം? 1941 മാർച്ച് 28. കയ്യൂർ സമരം 1941 മാർച്ച്. ഡേറ്റ് മാസം അറിയാത്തവര് നോട്ട് ചെയ്യാനായിട്ട്. 1941 മാർച്ച് 28. ിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ആരാണ്? കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത്. 50ാമത്തെ ആൻസർ ഏതാണ് വരുന്നത്? ആരാണ്? AKG അല്ലേ? AKG ആണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം ഒക്കെ എന്താണ്? നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഇവിടെ ആൻസർ ഏതാണ്? സ്വത്ത് സമ്പാദിക്കാനുള്ള ആഗ്രഹം വരില്ല. ആൻസർ അപ്പോൾ ഏത് വരും? സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത്? മാഡം ഭിക്കാജി കാമ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ആരായിരിക്കും? സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരിക്കും? സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരി അല്ലാത്തത് കണ്ടെത്തുക. ശരി അല്ലാത്തത് കണ്ടെത്തുക. 54 സി ആണ് കേട്ടോ. പൗരാവകാശം. എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ നടത്താൻ പറ്റും? ഒരു പൗരന് ഇല്ല അല്ലെ? അപ്പൊ പക്ഷെ മൗലിക കടമകളുമായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? പൊതുമുതൽ സംരക്ഷിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ കടമയാണ് അല്ലെ? സാംസ്കാരിക പൈതൃകങ്ങളൊക്കെ സംരക്ഷിക്കുക. പൗര അവകാശങ്ങൾ സംരക്ഷിക്കുക എന്താണ്? മൗലിക കടമകളല്ല. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? 55 വജാഹത്ത് ഹബീബുള്ള. രംഗനാഥ മിശ്രയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ആനന്ദ മഠം. മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 16ാം വകുപ്പാണ്. 57 സി ആണ്. 16ാം വകുപ്പിലാണ് ഏതിനെ കുറിച്ച് പറയുന്നത്? അവസര സമത്വത്തെ കുറിച്ചിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി
അംഗീകരിച്ചത് എന്നാണ്? ബി 1950 ജനുവരി 26-ന്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ബംഗാളി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരി ആയവ മാത്രം കണ്ടെത്തുക. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായവ. ന്യായവാദ അർഹമല്ല. ഏതാണ് ഇവിടെ ചോദ്യം? എന്താണ് ശരിയായിട്ടുള്ള കണ്ടെത്തലാണ്? 60-ാമത്തെ ഇവിടെ എ ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. 2ഉം 4ഉം. അമേരിക്കൻ ഭരണഘടനയിൽ മൗലിക അവകാശം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് അല്ലേ? അതെന്താണ് ശരിയായിട്ടുള്ള ആൻസർ ആണ്. പിന്നെ 4 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഏതിൽ വരുന്നത്? ആർട്ടിക്കിൾ 30 വരും അല്ലേ? അതായത് 12 to 35 മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. അതിൽ 30 ഏത് വരുന്നുണ്ട്? സാംസ്കാരികവും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അത് വരുന്നത് ഏതിലാണ്? 30-ലാണ് വരുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് ഏത് വരുന്നുണ്ട്? 2ഉം 4ഉം. ഓക്കെ. ഇനി ന്യായവാദ അർഹമല്ല. ന്യായവാദ അർഹമാണ് കേട്ടോ. മൗലികാവകാശങ്ങൾ മാത്രമാണ് ന്യായവാദത്തിന് അർഹമായത്. അതുപോലെ മാർഗനിർദ്ദേശക തത്വങ്ങളൊന്നും എന്തല്ല? മൗലിക ഇതൊന്നും എന്താണ് ന്യായവാദത്തിന് അർഹമല്ല. ഓക്കെ. ഇനി മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് കോമ്പല്ലാണ് കേട്ടോ. 61-ാമത്തെ ബി 61 ബി ആണ്. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്നത് നമ്മൾ പറഞ്ഞു കോമ്പല്. ശരീരത്തിലെ പ്രധാനപ്പെട്ട വിസർജന അവയവം വൃക്ക. അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം സി ആണ് അസ്കോർബിക് അമ്ലം എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായിട്ട് ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി 64 എ ആണ് ഉഷസ്സാണ്. തൊണ്ടമുള്ളിന് അതായത് ഡിഫ്തീരിയയ്ക്ക് കാരണമായ രോഗാണു 65 ബി ആണ്. ഡിഫ്തീരിയ തൊണ്ടമുള്ള ഏതാണ്? ബാക്ടീരിയ. സങ്കര ഇനം പച്ചമുളക് ഏതാണ്? പച്ചമുളക്? ഉജ്ജ്വല. ചണച്ചെടിയുടെ ഏതു ഭാഗത്ത് നിന്നാണ് ചണനാര്? ഇതൊക്കെ SCRT ആണ് കേട്ടോ. ഇതെല്ലാം SCRT ആണ്. ഇതൊക്കെ SCRT ആണ്. ഏതു ഭാഗത്ത് നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? തണ്ടിൽ നിന്നാണ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏത്? കോന്നി. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? 69 സി. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് മേധ പട്കർ 69 സി. ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് അമോണിയം ക്ലോറൈഡ് 71 ബി ആണ്. ഐസ് എന്നാലോചിക്കുമ്പോൾ വിചാരിക്കുക അമോണിയം ക്ലോറൈഡ്. മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏതു വാതകവുമായി പ്രവർത്തിച്ചിട്ടാണ് ഊർജം ഉണ്ടാക്കുന്നത്? 72 ഏതാണ്? ഓക്സിജനുമായിട്ടാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏതുമായിട്ടാണ്? ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഊർജം ഉണ്ടാകുന്നത്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയെ എന്തു പറയും? 73 ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് ഇത്? തന്മാത്ര. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? ഏതാണ്? 74-ാമത്തെ സി ആണ്. കാൽസ്യം കാർബണേറ്റ് ആണ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് CO2 വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് കാൽസ്യം കാർബണേറ്റ്. മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായിട്ട് അടങ്ങിയിട്ടുള്ളത് ഏതാണ്? 75 സി ആണ് കേട്ടോ. 75 സി ആണ്. ഹൈഡ്രജനും കാർബണും. ഹൈഡ്രജൻ ചുവടെ മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും ഹൈഡ്രജൻ കാർബൺ ഓക്സിജൻ എന്താണ്? എല്ലാറ്റിലും 3-ലും അടങ്ങിയിട്ടുണ്ടാവും. പിന്നെ നൈട്രജൻ ഫോസ്ഫറസ് അങ്ങനെയൊക്കെയുള്ള എന്ത് ചെയ്യുക? ചിലതിൽ വ്യത്യാസം വരും. അപ്പൊ ഹൈഡ്രജനും കാർബണും 2-ലും ഉണ്ട്. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം 76 ബി ആണ് അല്ലെ? പച്ചുമ എന്ന് പറയില്ലേ നമ്മള്? കോഡ് എങ്ങനെയാ പറയാ? പച്ചുമ. ഏതാണ്? പച്ച. പിന്നെ ചുവപ്പ്. പച്ചയും ചുവപ്പും ചേർന്നാൽ ഏതാണ്? മഞ്ഞ. താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏതാണ്? 77 സി ആണ്. ഘർഷണ ബലമാണ് സമ്പർക്ക ബലത്തിന് ഉദാഹരണം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം 78 എ ആണ്. സൂര്യനോട് ഏറ്റവും അടുത്തേതാണ്? ബുധനാണ്. മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം 79 സി. ഡാഷ് വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കും. ഡാഷ് വസ്തുവിന്റെ ഭാരം
പൂജ്യം ആയിരിക്കും. 80ാമത്തെ ഡി, ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് വസ്തുവിന്റെ ഭാരം എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാണ്. ഒരു 30ഓളം ടോപ്പിക് നമ്മള് ഹോട്ട് ടോപ്പിക് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ ജോഗ്രഫിന്നൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. GST അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് 5ാം ക്ലാസ് മുതൽ തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള SCERT, NCERT പ്രീവിയസ് ക്വസ്റ്റ്യൻ എല്ലാം ബേസ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉപകാരപ്പെടുത്തണം. നമ്മൾ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടും. അത് തീർച്ചയായിട്ടും നിങ്ങൾ എക്സാം ആകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിച്ചു കഴിയാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഉപകാരപ്പെടുത്തുക കേട്ടോ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് കൂടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുക, അതിൽ കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.